ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലൊരു നാഴികക്കല്ല് കുറിച്ച ഹാരിസ് ആൻഡ് കോ അക്കാദമി കടൽ കടന്ന് ദുബായിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹാരിസ് ആൻഡ് കോ ഏജൻസിയുടെയും ഹാരിസ് ആൻഡ് കോ അക്കാദമിയുടെയും ലോഞ്ചിങ് ദുബായിൽ നടക്കുകയാണ്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. കേരളത്തിലെ ഒരു സക്സസ്ഫുൾ ജേണിക്ക് ശേഷം UAE-യിലേക്ക് എത്തുകയാണ്. ഒരു പുതിയ അക്കാദമിയുടെ ഓപ്പണിംഗ് വരികയാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? UAE-യിൽ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ക്ലാസ് ആണല്ലോ. വർക്കിംഗ് ക്ലാസ്സിന് അപ്സ്കില്ലിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻസ് കണ്ടിട്ട് തന്നെയാണ് അവരെ കൂടെ അപ്സ്കിൽ ചെയ്യണം. പുതിയ ടെക്നോളജീസും പുതിയ മാർക്കറ്റിങ്സും പുതിയ ഡിസൈൻസും AIസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം എന്നുള്ള നല്ലൊരു ഇൻറ്റൻഷൻ കൂടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ട് തിങ്സ് ആർ pretty ഗുഡ്. അറൗണ്ട് 60 സ്റ്റുഡൻസ് ഓൾറെഡി പഠിക്കുന്നുണ്ട്. ആ സ്റ്റുഡൻസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇനോഗ്രേഷൻ പോലും വെക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി സ്റ്റാർട്ട് ഒരു സീറോന്ന് തുടങ്ങുന്നതല്ല. അപ്പം UAE നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ഒക്കെ ഹാപ്പിയാണ്. ഞങ്ങൾ ഒരു UAE-യിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് അപ്സ്കില്ലിംഗ് അക്കാഡമി ആയിട്ട് മാറണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. വിവിധ കോഴ്സുകളുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ കോഡിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ ഹാരിസ് അക്കാദമിയിൽ വരുന്നുണ്ട്. ഇവിടെ ഏതൊക്കെ കോഴ്സുകളായിരിക്കും കിട്ടുന്നത്? നമ്മൾ ഇനീഷ്യലി ഇപ്പോൾ മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ UX-ൻ്റെ കോഴ്സസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ഇപ്പോൾ ഫിനാൻസിൻ്റെ ഒരു കോഴ്സ് നമ്മൾ വരുന്നുണ്ട്. അതേപോലെ നാട്ടിലിപ്പോൾ നമുക്ക് കോഡിംഗ് സ്കൂളും എല്ലാം അവൈലബിൾ ആണ്. ഇവിടെയും ഇവൻച്വലി ഇൻഷാല്ല കോഡിംഗ് സ്കൂളായാലും നമ്മുടെ എൻറ്റയർ ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ UAE-യിലാണെന്നുണ്ടെങ്കിൽ നാട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ ഒരു എഡ്യൂക്കേഷനും സർവീസും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലേക്ക് എന്നും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന തരത്തിലേക്കായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക. ആ ഇക്കോസിസ്റ്റം എത്ര ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുമോ, എത്ര ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ, എത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കാനായിട്ട് പറ്റുമോ, അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ UAE-യിലാണെന്നുണ്ടെങ്കിലും ഒരു ജോലി എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. വരിക, കുറേ കഷ്ടപ്പെടുക, ആൻഡ് അതേപോലെ തന്നെ തിരിച്ചു പോവുക, വെസ്റ്റിങ്ങിന് വരാതാണല്ലോ. സോ നമ്മൾ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് മോർ ദാൻ അതിനേക്കാളും മേലെ ഒരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്ത് അവരെ UAE മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും അതല്ല നാട്ടിലാണെന്നുണ്ടെങ്കിലും ജോബിനെ കേൾപ്പാക്കുക ആൻഡ് അവരെ സെൽഫ് സസ്റ്റൈനിങ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിവിടെ ആ ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിലാണുള്ളത്. ഓക്കെ, അക്കാദമിക്ക് പുറത്തേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി, അതായത് സപ്പോർട്ട് കമ്പനികളിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഇതുകൂടി ഹാരിസ് ആൻഡ് കോ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ അത്തരം പ്രോഗ്രാം തീർച്ചയായിട്ടും ഞങ്ങൾ ഏജൻസി ഓൾറെഡി ഇവിടെ ലോഞ്ച് ആയിരുന്നു. ഇപ്പോൾ ഇത് അക്കാദമിയുടെ മാത്രമല്ല ഏജൻസിൻ്റെയും ലോഞ്ചാണ് ഇവിടെ നടക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ ക്ലയൻസിനടുത്ത് കഴിഞ്ഞൊരു 4 വർഷമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജയൻസ് ആയിട്ട് ഞങ്ങൾ ഓൾറെഡി ഇവിടെ വർക്കിംഗ് ആണ്. ഇനിയും ഒരുപാട് Fortune 500 കമ്പനീസിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു വിഷനിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മൈൽ സ്റ്റോൺ എന്തായിരിക്കും വെച്ചിട്ടുണ്ട്? ഹാരിസ് ആൻഡ് കോ ഒരൊറ്റ ദിവസത്തിൽ മില്യൺ വ്യൂസ് ഒക്കെ, റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയുള്ള ആളുകളാണ് ഒറ്റ ദിവസത്തിനുള്ളിൽ. ഇവിടെ എന്തായിരിക്കും നിങ്ങൾ വെക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ എന്തായിരിക്കും? ഏറ്റവും എന്താ പറയുക, ഞങ്ങളെപ്പോഴും റവന്യൂ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലയൻസിന് വന്നു കഴിഞ്ഞാൽ റവന്യൂ കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെ ഫോക്കസ്. അതുപോലെ ഏറ്റവും ആസ്പിറേഷണൽ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാം. ഏകദേശം അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE-യിൽ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ കൂടെ അക്കാഡമീനെ ഷോൾഡർ ടു ഷോൾഡർ ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. അതിനെ താഴെയായിട്ടുള്ള ഒരു എയിമും ഒരു ഗോളും നമ്മൾ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഓൾ ഇൻ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. ഷുവർ, നമ്മളൊരിക്കലും നമ്മുടെ റവന്യൂ എന്നുള്ളതിലേക്കായിട്ട് ഇതുവരെ കമ്പനി ബിൽഡ് ചെയ്തിട്ടില്ല, ബിൽഡ് ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. റവന്യൂ ഫോക്കസ്ഡ് അല്ല കമ്പനി, മണി ഫോക്കസ്ഡ് അല്ല. നമ്മളെന്നും ഇമ്പാക്ട് ഫോക്കസ്ഡ് ആണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സർവീസ് ഓഫർ ചെയ്യുക, മോർ ദാൻ ദാറ്റ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. ആൻഡ് എന്താണ് ഇവിടെ UAE-യിലെ വിഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. UAE കുറേ കാര്യങ്ങളിൽ ഇനി മാറാനുണ്ട്. ഫ്രം നമ്മളെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത് നമ്മുടെ നാട് കേരളം ഒരുപാട് മുന്നോട്ടാണ്, ഫോർവേഡാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ സ്റ്റിൽ മുന്നോട്ട് മാറാനുണ്ട്. So we are trying to help with that and trying to take
നമ്മുടെ കഴിയുന്ന തരത്തിലേക്കായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുക, നമുക്ക് പറ്റുന്ന തരത്തിലേക്കായിട്ട് നമ്മുടെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു സക്സസ് ആശംസിക്കുകയാണ്. താങ്ക് യു.